കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജാക്കോസിലയുടെ ലേഖനത്തിൽ നിന്നാണ്. ജാക്കോസില ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാക്കോസില പറയുകയാണ്, ധനവാന്മാരെ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. അപ്പം ധനവാന്മാരെന്ത് ചെയ്യണം? ഉച്ചത്തിൽ നിലവിളിക്കണം, ദുരിതം വരുമ്പോൾ വരാതിരിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ധനവാൻ ഉച്ചത്തിൽ നിലവിളിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ആ നിലവിളി കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുമെന്നാണ് ജാക്കോസില പറയുന്നത്. അങ്ങനെയുള്ള ദുരിതങ്ങൾ നമ്മളെ അലട്ടാതിരിക്കണമെങ്കിൽ നമ്മളുടെ ധനങ്ങളൊക്കെയും നമ്മൾ യേശുവിനായി ശേഖരിക്കണം. യേശുവിന് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഈ ചെറിയവനിൽ ഒരുവനെങ്കിലും നിങ്ങൾ ഈ സഹായം ചെയ്യുമ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത് എന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ചെറിയവരെ സഹായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തി വേണം. പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന അതിലൂടെ തന്നെ നിർവീര്യമായി പോകും. അതുകൊണ്ട് പ്രവൃത്തിയുള്ള പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഹല്ലേലൂയ. പ്രവൃത്തിയോട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം യേശു നമ്മളെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ശിഷ്യന്മാരോടെന്ത് പറഞ്ഞ്? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഉണർവുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. ഏത് സമയവും, ഏതവസ്ഥയിലും, ഏത് സാഹചര്യത്തിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണം. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ആയിരിക്കും. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരത്തിൻ കീഴിൽ നമ്മൾ താഴ്മയോട് നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. നമുക്കൊരുപാട് ഉത്കണ്ഠതകളുണ്ട്, ഒരുപാട് വേദനകൾ, പ്രയാസങ്ങളുണ്ട്, അലട്ടുന്ന കുറേ വേദനകളുണ്ട്. അതെല്ലാം എടുത്തു മാറ്റണമെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ അങ്ങ് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും തന്നെ നടക്കത്തില്ല. ആരും വിചാരിച്ചാലും നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ എടുത്തു മാറ്റാൻ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ദൈവം വിചാരിക്കണം, എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി യേശുവിന് സമർപ്പിക്കാം. യേശുവിൻ്റെ പൊന്നോമന കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് യേശുവിൻ്റെ പൊന്നുമക്കളായി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും നമ്മളിൽ ദൈവം വസിക്കുന്നുവെന്നും നമ്മൾ അറിയുന്നില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരായിരിക്കുന്ന ആലയത്തെ പൂർണ്ണമായി യേശുവിന് സമർപ്പിച്ചുകൊണ്ട്, യേശുവെ, അങ്ങയുടെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ് എന്ന ഉത്തമ ബോധ്യത്തോട് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പരിശുദ്ധക്കരം നമ്മളിൽ വച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കാനിരിക്കുന്നവരും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അതോടൊപ്പം യേശു സമസ്ത ജനത്തെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമ്പോൾ അടിയനെയും കുടുംബത്തെയും ഓർക്കണമേ യേശുവേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. അങ്ങയുടെ സ്നേഹ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അവർക്കെല്ലാം ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഇപ്പോൾ അവരുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം ഏറ്റെടുക്കണമേ. അവരെ അങ്ങയുടെ പൊന്നോമന കരങ്ങളിൽ സുരക്ഷിതരാക്കി വെച്ചേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.